Hi all, good evening. Welcome back to Edus International Academy. അപ്പോൾ ഇന്ന് ഫാർബാക് സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിജോക്സിൻ എന്ന് പറയുന്ന ഡ്രഗിന്റെ ഫാർമക്കോളജി ആണ്. വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. നമ്മുടെ ഫാർമക്കോളജി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുക. ഓക്കെ, അപ്പൊ ഈ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ അഫക്ട് ചെയ്യുന്ന കുറെ ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ വരാൻ ചാൻസ് ഉള്ള കുറെ കണ്ടീഷൻസ് ഉണ്ട് അല്ലെ. ആൻജീന പെക്ടോറിസ് വരാം, കാർഡിയക് അരിത്മിയാസ് വരാം, അതുപോലെ ഹാർട്ട് ഫെയിലിയർ വരാം, പിന്നെ അതുപോലെ അത്തീറോസ്ക്ലിറോസിസ് വരാം, ഹൈപ്പർ ടെൻഷൻ വരാം. അപ്പൊ അതിൽ നമ്മൾ ഡിജോക്സിൻ മെയിൻ ആയിട്ടും ഹാർട്ട് ഫെയിലിയർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡ്രഗ് ആണ്. അപ്പോ ഈ ഒരു ഡ്രഗിനെ കുറിച്ചിട്ട് പറയുവാണെങ്കിൽ ആദ്യം തന്നെ ഹാർട്ട് ഫെയിലിയർ എന്താണെന്നുള്ളത് നമ്മൾ പറയണം. അതായത് എന്താണ് ഹാർട്ട് ഫെയിലിയർ? നമ്മുടെ ബോഡിയുടെ മെറ്റബോളിക് നീഡ്സ് അത് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് വേണ്ടത്ര ബ്ലഡ് നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്തില്ല എങ്കിൽ, അത്രയും എഫക്റ്റീവ് ആയിട്ട് ഹാർട്ട് എന്ത് ചെയ്തില്ല, ബ്ലഡ് പമ്പ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ ബോഡിയുടെ അകത്തുള്ള മെറ്റബോളിക് നീഡ്സ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ ആണ് ഹാർട്ട് ഫെയിലിയർ, അല്ലെങ്കിൽ എന്താ പറയാ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്നോ അല്ലെങ്കിൽ എന്താ പറയാ കാർഡിയാക് ഫെയിലിയർ എന്നൊക്കെ നമ്മൾ അതിനെ പറയും. അപ്പൊ അതിങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ 3 സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുമല്ലോ. അപ്പൊ അതില് ഹാർട്ട് ഫെയിലിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡ്രഗ്സ് ഒക്കെ ചോദിക്കുമ്പോൾ എക്സ്പ്ലെയിൻ ദ ഫാർമക്കോളജി ഓഫ് ഡിജോക്സിൻ എന്ന് പറഞ്ഞ് കൂടെ ചോദിക്കാം. അപ്പൊ എന്തൊക്കെ എഴുതണം എന്നുള്ളത് നമ്മൾ ഇനി പയ്യെ ഈ ഒരു വീഡിയോയിൽ ഓൾ ത്രൂ ഔട്ട് പറയുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കുക, അതനുസരിച്ച് പ്രോപ്പർ ആയിട്ട് ആൻസർ ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ CVS സിസ്റ്റത്തിൽ അഫക്ട് ചെയ്യുന്ന ഡ്രഗ്സിനെ കുറിച്ചിട്ട് പഠിക്കുമ്പോൾ കുറെ ടെർമിനോളജീസ് പഠിക്കും അല്ലെ. അതായത് ഇനോട്രോപിക് എഫക്ട്, ക്രോണോട്രോപിക് എഫക്ട്, ഹാർട്ട് റേറ്റ്, സ്ട്രോക്ക് വോളിയം, കാർഡിയക് ഔട്ട്പുട്ട്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അപ്പൊ അതില് നമ്മുടെ ഡിജോക്സിൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇനോട്രോപിക് ഏജന്റ് ആണെന്നാണ് പറയുക, ഡിജോക്സിനും ഡിജിറ്റോക്സിനും. ഈ ഡിജോക്സിനും ഡിജിറ്റോക്സിനും എല്ലാം സിമിലർ ആണ്. ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെ ഒരു പ്രസൻസ് ഡിജോക്സിനിൽ വരുന്നത്, ഒരു എക്സ്ട്രാ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. അങ്ങനെയുള്ള കെമിക്കൽ ഡിഫറൻസ് മാത്രമാണ്, കെമിക്കൽ സ്ട്രക്ചറിലുള്ള ഡിഫറൻസ് മാത്രമാണ് വരുന്നത്. ബാക്കിയെല്ലാം ഏകദേശം ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പൊ ഈ പോസിറ്റീവ് ഇനോട്രോപിക് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ഇനോട്രോപിക് ഏജന്റും ഉണ്ട്, നെഗറ്റീവ് ഇനോട്രോപിക് ഏജന്റും ഉണ്ട്. അപ്പോ ഇതിന്റെ ഈ ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷന്റെ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഡ്രഗ്സ് ഉണ്ട് അല്ലെങ്കിൽ ഏജന്റ്സ് ഉണ്ട്. അതിന് നമ്മൾ പോസിറ്റീവ് ഇനോട്രോപിക് ഏജന്റ്സ് എന്നാണ് പറയുക. അതുപോലെ ഈ ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ കുറയ്ക്കുന്ന ഡ്രഗ്സ് ഉണ്ട്, അതിന് നമ്മൾ നെഗറ്റീവ് ഇനോട്രോപിക് ഏജന്റ്സ് എന്നാണ് പറയുക. സോ പോസിറ്റീവ് ഇനോട്രോപിക് ഏജന്റ്സും ഉണ്ട്, നെഗറ്റീവ് ഇനോട്രോപിക് ഏജന്റ്സും ഉണ്ട്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മുടെ ഹാർട്ട് ഫെയിലിയറിന്റെ കേസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ നമ്മൾ കൂട്ടണം, എന്നാലാണ് പ്രോപ്പർ ആയിട്ട് ബ്ലഡിനെ പമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡിജോക്സിനും ഡിജിറ്റോക്സിനും. നെക്സ്റ്റ് ഈസ് ദ മെക്കാനിസം ഓഫ് ആക്ഷൻ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡയഗ്രാം ഇവിടെ കാണാം. അപ്പൊ അതിൽ മേജർ ആയിട്ട് ഒരു 3 കമ്പോണൻസ് ആദ്യം തന്നെ നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. ഫസ്റ്റ് എന്താണ്? സോഡിയം പൊട്ടാസ്യം ATPase പമ്പ്. രണ്ടാമത്തെ എന്താണ്? സോഡിയം കാൽഷ്യം എക്സ്ചേഞ്ചർ. നെക്സ്റ്റ് ഇസ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. 3 കമ്പോണൻസ് ആണ് മെയിൻ ആയിട്ട് ഓർക്കേണ്ടത്. സോഡിയം പൊട്ടാസ്യം ATPase പമ്പ്, സോഡിയം കാൽഷ്യം എക്സ്ചേഞ്ചർ ആൻഡ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പൊ ഇതിനകത്ത് സോഡിയം പൊട്ടാസ്യം ATPase പമ്പ് നോർമൽ കണ്ടീഷനിൽ ചെയ്യുന്ന എന്താണ്? അതായത് 3 സോഡിയം പുറത്തേക്ക് അത് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുറത്തേക്ക് അത് പമ്പ് ഔട്ട് ചെയ്യുമ്പോൾ 2 പൊട്ടാസ്യത്തിന്റെ ഇൻഫ്ലക്സ് അവിടെ നടക്കും. സോ 3 sodium 3 Na+ goes out of the cell and 2 K+ comes into the cell. ഇനി സോഡിയം കാൽഷ്യം എക്സ്ചേഞ്ചറിന്റെ കേസിൽ എങ്ങനെയാണ്? അതായത് കാൽഷ്യം എന്താണ്? പുറത്തേക്ക് പോകുന്നു, അതുപോലെ സോഡിയം അകത്തേക്ക് വരുന്നു. സോഡിയത്തിന്റെ ഇൻഫ്ലക്സ് ആണ് ഇവിടെ നടക്കുക. സോഡിയത്തിന്റെ ഇൻഫ്ലക്സും കാൽഷ്യത്തിന്റെ എഫ്ലക്സും ആണ് നടക്കുക. ഈ 2 കാര്യങ്ങളാണ് നടക്കുക. മനസ്സിലായല്ലോ? ഇവിടെ എന്താണ്? സോഡിയം പുറത്തേക്ക് പോകും, ഇവിടെ സോഡിയം അകത്തേക്ക് വരും. സോഡിയം പൊട്ടാസ്യം ATPaseൽ പുറത്തേക്ക് എഫ്ലക്സ് നടക്കുന്ന എന്തിനാണ്? സോഡിയം അയോൺസിൻ്റെത്, ഉള്ളിലോട്ട് വരുന്നത് പൊട്ടാഷ്യം അയോൺസിൻ്റെത്. സോഡിയം കാൽഷ്യം എക്സ്ചേഞ്ചറിൽ കാൽഷ്യത്തിന്റെ എഫ്ലക്സും സോഡിയത്തിന്റെ ഇൻഫ്ലക്സും ആണ് നടക്കുന്നത്. ഇനി സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? അതായത് എക്സസ് ആയിട്ടുള്ള കാൽഷ്യം അയോൺസിനെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് പ്രോപ്പർ ആയിട്ട് ഒരു സ്റ്റിമുലസ് കിട്ടുമ്പോൾ എന്താ ചെയ്യുക? ഈ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം അതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള കാൽഷ്യം അയോൺസിനെ റിലീസ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? കോൺട്രാക്ഷൻ നടക്കും അല്ലെ. അതായത് മസിൽ കോൺട്രാക്ഷന് ഏറ്റവും വലിയ ഇൻവോൾവ്മെന്റ് വരുന്ന ഒരു അയോൺ ഏതാന്ന് ചോദിക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് കാൽഷ്യം.
അല്ലെ. നമ്മൾ മസിൽ കോൺട്രാക്ഷന്റെ ഫിസിയോളജി നോക്കുവാണെങ്കിൽ ആക്ടിൻ, മയോസിൻ എല്ലാം അതിൽ ട്രോപ്പോണിൻ കുറെ കമ്പോണൻസ് വരുന്നുണ്ട് അല്ലെ. അവിടെയൊക്കെ കാൽഷ്യം അയോൺസിന്റെ റോള് ഭയങ്കര വലുതാണ്. അപ്പൊ മെയിൻ ആയിട്ടും ഇങ്ങനെയാണ് സംഭവം നടക്കുന്നത്. അതായത് സോഡിയം പൊട്ടാസ്യം ATPase പമ്പ് ഉണ്ട്, സോഡിയം കാൽഷ്യം എക്സ്ചേഞ്ചർ ഉണ്ട്, സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. എല്ലാത്തിന്റെയും ഫംഗ്ഷൻ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോ ഇനി ഇതിന്റെ മെക്കാനിസത്തിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, നോക്കിക്കേ, ഇവിടെ ഡിജോക്സിൻ വന്നിട്ട് ഈ സോഡിയം പൊട്ടാസ്യം ATPase പമ്പിനെ ഇത് ബൈൻഡ് ചെയ്യും. ബൈൻഡ് എന്താ സംഭവിക്കുക, നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, സോഡിയം 3 Na+ ഗോസ് ഔട്ട് ഓഫ് ദ സെൽ ആൻഡ് പൊട്ടാഷ്യം കംസ് ഇൻ ടു ദ സെൽ അല്ലെ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക, ഈ സോഡിയം പൊട്ടാസ്യം ATPase പമ്പിനെ ഇത് ചെന്നിട്ട് ബ്ലോക്ക് ചെയ്യുമ്പോൾ സോഡിയം അയോൺസ് പുറത്തേക്ക് പോവാതെ സെല്ലിന്റെ ഉള്ളിൽ അക്യുമുലേറ്റ് ആവും. അങ്ങനെ സോഡിയം അയോൺസിന്റെ കോൺസെൻട്രേഷൻ സെല്ലിന്റെ ഉള്ളിൽ, അതായത് ഇൻസൈഡ് ദ സെൽ ദ കോൺസെൻട്രേഷൻ ഓഫ് സോഡിയം അയോൺ ഇൻക്രീസസ് അല്ലെ, സോഡിയം അയോൺസ് കൂടി. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ സോഡിയം കാൽഷ്യം എക്സ്ചേഞ്ചർ എന്താ ചെയ്തേ, സോഡിയം പുറത്തേക്ക് വന്നു, സോഡിയം അകത്തേക്ക് വന്നു, കാൽഷ്യം പുറത്തേക്ക് പോയി അല്ലെ, അങ്ങനെയല്ലേ വരണ്ടേ. പക്ഷേ ഈ കോൺസെൻട്രേഷൻ, അതായത് സോഡിയം അയോൺസിന്റെ കോൺസെൻട്രേഷൻ സെല്ലിനകത്ത് കൂടിയപ്പോൾ ഈ ഒരു സോഡിയം കാൽഷ്യം എക്സ്ചേഞ്ചറിന് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാണ്ടായി. ഓക്കെ, അതായത് സോഡിയത്തിന്റെ അയൺ കോൺസെൻട്രേഷൻ ഇവിടെ കൂടുതലല്ലേ, അപ്പൊ ഈ ഇതിന്റെ ഒരു ആക്ടിവിറ്റി അവിടെ കുറയും. അപ്പൊ പ്രോപ്പർ ആയിട്ട് അവിടെ കാൽഷ്യം അയോൺസ് പുറത്തേക്ക് പോവോ, ഇല്ല. അപ്പൊ കാൽഷ്യത്തിന്റെ അളവ് എവിടെ കൂടി, സെല്ലിൽ കൂടി, എക്സസ് ആയിട്ട് വരാൻ തുടങ്ങി അല്ലെ കാൽഷ്യം അയോൺസ്. അപ്പൊ എന്താ സംഭവിക്കുക, നമ്മുടെ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ഈ കാൽഷ്യം അയോൺസിനെ സ്റ്റോർ ചെയ്യും. ഓക്കെ, അത്രയും ക്ലിയർ ആയല്ലോ. അതിനുശേഷം നമ്മൾ പറഞ്ഞു പുറത്തേക്ക് പോയില്ല, സെല്ലിന്റെ പുറത്തേക്ക് പോകുന്നില്ല കാൽഷ്യം അയോൺസ്, അപ്പോൾ ഇതിനകത്ത് അത് സ്റ്റോർ ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കിയേ, മോർ കാൽഷ്യം ഈസ് ടേക്കൺ അപ്പ് ഇൻ ടു ദ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം, അതായത് അതിനകത്തുള്ള കാൽഷ്യം സ്റ്റോഴ്സിന്റെ അളവ് കൂടി. ഫൈനലി എന്താണ്, കോൺട്രാക്ഷന്റെ സമയത്ത്, സിസ്റ്റോളിന്റെ സമയത്ത് വീക്കർ കോൺട്രാക്ഷൻ ആണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളത് ഹാർട്ട് ഫെയിലിയറിലേക്ക് ലീഡ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ ഇതുപോലെ ഡ്രഗ്സ് നമ്മൾ എടുക്കുന്നത്, അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ഇവിടെ വീക്കർ കോൺട്രാക്ഷൻ അല്ലേ, അപ്പൊ അവിടെ എന്താ സംഭവിക്കുക, ഇവിടെ എന്താണ്, ഈ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് കാൽഷ്യം അയോൺസിനെ റിലീസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഈ കാൽഷ്യം അയോൺസ് എന്ത് ചെയ്യും, ട്രോപ്പോണിൻ സിയിൽ ചെന്നിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ആക്ടിൻ മയോസിൻ ഇന്ററാക്ഷൻ അവിടെ കൂടും, ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ കൂടും. അപ്പൊ നോർമൽ കണ്ടീഷനിൽ നമ്മുടെ സോഡിയം പൊട്ടാസ്യം ATPase ചെയ്യുന്നത് എന്താണ്, അതുപോലെ സോഡിയം കാൽഷ്യം എക്സ്ചേഞ്ചർ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലായാലാണ് ഡിജോക്സിൻ എങ്ങനെ ഇവിടെ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാവുള്ളൂ. വളരെ എളുപ്പമാണ്. ക്ലിയർ ആയോ? വളരെ എളുപ്പമുള്ള ഒരു പോയിന്റ് ആണ്. നോർമൽ ഫിസിയോളജിയും പഠിച്ചതിന് ശേഷം ഡിജോക്സിൻ വന്ന് ബൈൻഡ് ചെയ്യുന്നത് ഒന്ന് കോറിലേറ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പൊ അതാണ് ഇതിന്റെ ഒരു മേജർ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയാം. അങ്ങനെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ആ ഒരു ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ, ഹാർട്ട് മസിലിന്റെ ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ കൂട്ടുന്നത്. ഇനി അടുത്തത് ഇതിന്റെ ഫാർമക്കോ കൈനറ്റിക് പ്രോപ്പർട്ടീസ് ആണ്. പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ് ഭയങ്കര കുറവാണ്, ഏകദേശം 25% മാത്രമാണ് പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ് വരുന്നുള്ളൂ. ഓൺസെറ്റ് ഓഫ് ആക്ഷൻ, അതായത് റാപ്പിഡ് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ആണ്, 15 to 30 minutes ആണ് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ. അതായത് ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്ത് ഒരു 15 to 13 minutesനുള്ളിൽ എന്താണ് ആക്ഷൻ വന്ന് തുടങ്ങും. പക്ഷെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ നോക്കിക്കേ, 2 to 6 days ആണ്. അതായത് ഈ ഡ്രഗ് നമ്മൾ അഡ്മിനിസ്റ്റർ അല്ലെങ്കിൽ ഈ ഡ്രഗ് നമ്മൾ കൺസ്യൂം ചെയ്തതിനു ശേഷം ഏകദേശം 40 മണിക്കൂറിന് ശേഷമാണ് അത് അതിന്റെ നേരെ ഹാഫ് കോൺസെൻട്രേഷൻ ആയിട്ട് മാറുന്നത്. അതായത് ഏകദേശം ഒരു 2 ദിവസം, നിയർലി 2 days. അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ, അത്രയും ദിവസം എന്താണ് ആക്ഷൻ നീണ്ടു നിൽക്കുന്നത്. എന്തുകൊണ്ടാണ്, അത്രയും നേരം ഇതിന്റെ ഈ ഒരു കോൺസെൻട്രേഷൻ നമ്മുടെ ബ്ലഡിൽ ഉണ്ടാവും. ഓക്കെ, പിന്നെ എക്സ്ക്രീഷൻ മെയിൻ ആയിട്ടും കിഡ്നി വഴിയാണ്. സോ പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ് എന്താണ്, അപ്രോക്സിമേറ്റ്ലി 25%, ഓൺസെറ്റ് ഓഫ് ആക്ഷൻ 15 to 30 minutes, ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ 2 to 6 days, പ്ലാസ്മ ഹാഫ് ലൈഫ് എത്രയാണ്, 40 hours, ആൻഡ് എക്സ്ക്രീഷൻ ഇസ് മെയിൻലി ബൈ റീനൽ റൂട്ട്. ഓക്കെ, ഇനി നമ്മൾ റീനൽ ഫെയിലറിന്റെ കേസിലും അതുപോലെ ഹെപ്പാറ്റിക് ഫെയിലറിന്റെ കേസിലും നമ്മൾ ഡിജോക്സിനും ഡിജിറ്റോക്സിന്റെയും ഡോസ് നമ്മൾ റെഡ്യൂസ് ചെയ്യണം എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ്, അതായത് ഡിജോക്സിന്റെ മേജർ റൂട്ട് ഓഫ് എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ റീനൽ റൂട്ടാണ്, കിഡ്നീസ് വഴിയാണ് എക്സ്ക്രീറ്റ് ആവുന്നത്. അപ്പോൾ ഓൾറെഡി റീനൽ ഇമ്പയർമെന്റ് ഉള്ള പേഷ്യന്റ് ഡിജോക്സിന്റെ ഒരു ഡോസ് എടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, അതായത് ഇത് പ്രോപ്പർ ആയിട്ട് എലിമിനേറ്റ് ആവുന്നില്ല. അപ്പൊ ഇതിന്റെ അളവ് നമ്മുടെ ബോഡിയിൽ കൂടിയിട്ട് ഡിജോക്സിൻ ടോക്സിസിറ്റി ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി അതേസമയം ഡിജിറ്റോക്സിനിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഹെപ്പാറ്റിക് മെത്തേഡ് ഓഫ് എക്സ്ക്രീഷൻ ആണ് വരുന്നത്. അതായത് മെറ്റബോളൈസ്ഡ് ആയിട്ട് അതിൽ നിന്ന് ആണ് എലിമിനേറ്റ് ആയി പോകുന്നത്. അപ്പൊ ലിവർ, അതായത് ഹെപ്പാറ്റിക് ഇമ്പയർമെന്റ് ഉള്ള പേഷ്യൻസിന്റെ കേസിൽ
ഡിജിറ്റോക്സിൻ എടുക്കുമ്പോൾ എന്താണ് ഇതുപോലെ അത് അക്യുമുലേറ്റ് ചെയ്ത്, അതായത് പ്രോപ്പർ ആയിട്ട് പുറത്തേക്ക് പോവാതെ അത് അക്യുമുലേറ്റ് ചെയ്ത് അതിന്റെ ടോക്സിസിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് റീനൽ ഇമ്പയർമെന്റിന്റെ കേസിലും ഹെപ്പാറ്റിക് ഫെയിലറിന്റെ കേസിൽ, ഹെപ്പാറ്റിക് ഡിസ്ഫങ്ഷൻ ഉള്ള കേസിലും നമ്മൾ ഇതിന്റെ ഡോസ് കുറയ്ക്കണം, അല്ലെങ്കിൽ ഡോസ് റിഡക്ഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്കറിയാം ഡിജോക്സിൻ നോർമലി എത്രയാണ്, 0.25 മില്ലിഗ്രാം ആയിട്ടല്ലേ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലെവലിൽ കൂടി പോവുകയാണെങ്കിൽ, അതായത് 2 നാനോഗ്രാം/ml കൂടി പോവുകയാണെങ്കിൽ ദാറ്റ് ഈസ് ആക്ച്വലി ടോക്സിസിറ്റി. ഓക്കെ, പിന്നെ ബ്ലഡ് സാമ്പിൾസ് നമ്മൾ, അതായത് ഈ ഒരു നമ്മുടെ സെറത്തിലുള്ള ഡിജോക്സിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ബ്ലഡ് സാമ്പിൾസ് ഇപ്പോഴാണ് എടുക്കണ്ടേ. അതായത് ലാസ്റ്റ് ഡോസ് എടുത്തതിന് ഒരു അറ്റ്ലീസ്റ്റ് 6 അവേഴ്സോ അല്ലെങ്കിൽ ഒരു 12, അറ്റ്ലീസ്റ്റ് 6 ആണ്, ഓക്കെ, അല്ലെങ്കിൽ 12 അവേഴ്സ് ഓർ മോർ, അതിന് ശേഷമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബ്ലഡ് കോൺസെൻട്രേഷൻ, ലൈക്ക് അതിന്റെ സെറം കോൺസെൻട്രേഷൻ എടുക്കാൻ വേണ്ടി ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യേണ്ടത്. ഓക്കെ, കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അതിന്റെ ഒരു ഹാഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ് അല്ലെ. ഇനി അടുത്തത് ഡിജിറ്റാലിസ് ടോക്സിസിറ്റിയുടെ സിംറ്റംസ് ആണ് നോസിയ, വോമിറ്റിംഗ്, അനോറെക്സിയ, ഫാറ്റിക്, ദെൻ ക്യാരക്ടറിസ്റ്റിക് വിഷ്വൽ ഡിസ്റ്റർബൻസസ്. ഓക്കെ, ഇനി അടുത്തത് ഇതിന്റെ ടോക്സിസിറ്റി വഴി ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. ടക്കി അരിത്തിമിയ, അതായത് വിഗറസ് കോൺട്രാക്ഷൻസ് ആണല്ലോ, അപ്പോൾ ഇതിന്റെ അളവ് നമ്മുടെ ബോഡിയിൽ കൂടുതലാണെങ്കിൽ അരിത്തിമിയയിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്, ടക്കി അരിത്തിമിയാസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഏതാണ്, പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് കേട്ടോ, ഓറൽ പൊട്ടാസ്യം ആണ് നമ്മൾ മൈൽഡ് കേസിൽ കൊടുക്കുന്നത്. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം, വെൻട്രിക്കുലർ അരിത്തിമിയ കേസിൽ IV ലിഡോക്കൈൻ ആണ് അവിടെ ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് വരുന്നത്. വെൻട്രിക്കുലർ അരിത്തിമിയയുടെ കേസിൽ ഏതാണ്, ലിഡോക്കൈൻ ഇസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ്. പിന്നെ AV ബ്ലോക്ക് ആൻഡ് ബ്രാഡി അരിത്തിമിയ കേസിൽ അട്രോപ്പിൻ ആണ് നമ്മൾ മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഡിജിറ്റാലിസ് ടോക്സിസിറ്റി വഴി ഉണ്ടാവുന്ന ടക്കി അരിത്തിമിയാല് പൊട്ടാസ്യം ക്ലോറൈഡ് ആണ്. പിന്നെ അതുപോലെ വെൻട്രിക്കുലർ അരിത്തിമിയയുടെ കേസിൽ IV ലിഡോക്കൈൻ ആണ്. അതുപോലെ തന്നെ AV ബ്ലോക്ക് ആൻഡ് ബ്രാഡി അരിത്തിമിയയുടെ കേസിൽ അട്രോപ്പിൻ ആണ്. ഓക്കെ, സിവിയർ ടോക്സിസിറ്റി ആണെങ്കിൽ നമുക്കറിയാം ഏതാണ് നമ്മൾ കൊടുക്കുക, ഡിജി ബൈൻഡ് ആണ് അല്ലെ. നമ്മൾ ആന്റിഡോട്ട്സ് ഒക്കെ പഠിക്കുമ്പോൾ അതിനകത്ത് പഠിക്കുന്ന കാര്യമാണ്. ഡിജിറ്റാലിസിന്റെ ടോക്സിസിറ്റിയിൽ നമ്മൾ കൊടുക്കുന്ന ആന്റിഡോട്ട് ഏതാണ്, നമ്മൾ കൊടുക്കുന്നത് ഡിജി ബൈൻഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഇമ്പോർട്ടന്റ് പ്രിക്വേഷൻസ് ആൻഡ് ഡ്രഗ് ഇന്ററാക്ഷൻ. കാൽഷ്യം, അത് നമുക്കറിയാലോ ഓൾറെഡി ഒരു സൈനജസ്റ്റിക് എഫക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഓൾറെഡി എന്താണ്, കാൽഷ്യം അയോൺസിന്റെ ഒരു റിലീസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, അതല്ലാതെ ഒരു കാൽഷ്യത്തിന്റെ പ്രസൻസ് അവിടെ വരുവാണെങ്കിൽ സൈനജസ്റ്റിക് എഫക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, മയോകാർഡിയൽ കോൺട്രാക്ഷൻ കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട്, ടോക്സിസിറ്റി വേഴ്സൺ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മഗ്നീഷ്യത്തിന്റെ അളവ് കുറയുവാണെങ്കിൽ ഇതുപോലുള്ള അയോണിക് ഡിസ്റ്റർബൻസസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് മൊത്തം എന്താണ്, അയോൺസിന്റെ, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം എല്ലാ അയോൺസിന്റെയും ഒരു ഇൻവോൾവ്മെന്റ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ മഗ്നീഷ്യത്തിന്റെ അളവ്, ഹൈപ്പോ മഗ്നീസിയമി ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനുള്ള സമയത്ത് ഇതിനെ അഫക്റ്റ് ചെയ്യാനുള്ള, അതായത് ടോക്സിസിറ്റിനെ അത് വേഴ്സൺ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ഡയൂറിറ്റിക്സ് എടുക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ ആ കേസിൽ ഹൈപ്പോകാലീമിയ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ദീസ് ആർ ദി ഇമ്പോർട്ടന്റ് പ്രിക്വേഷൻസ് ആൻഡ് ഡ്രഗ് ഇന്ററാക്ഷൻസ്. ഓക്കെ, അപ്പൊ വളരെ എളുപ്പമുള്ള ഒരു ഡ്രഗ് ആണ്. അപ്പൊ ഒന്ന് വേഗം സമ്മറൈസ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ മെക്കാനിസം ഓഫ് ആക്ഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഫാർമക്കോ കൈനറ്റിക്സ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ ടോക്സിസിറ്റി അല്ലെ, ഡിജിറ്റാലിസ് ടോക്സിസിറ്റിനെ കുറിച്ചിട്ട് നമ്മളൊന്ന് പറഞ്ഞു, ജസ്റ്റ് സിമ്പിൾ ആയിട്ട്. അതിനുശേഷം അതിന്റെ ട്രീറ്റ്മെന്റ്, പിന്നെ അതുപോലെ പ്രിക്വേഷൻസ് ആൻഡ് ഡ്രഗ് ഇന്ററാക്ഷൻ. അപ്പൊ ഒരു 5 മാർക്കിന് എഴുതാനുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, സോ ഇങ്ങനെ തന്നെ ഓരോ ഡ്രഗ്സും മാക്സിമം പഠിച്ചു പോവുക. അപ്പം മെക്കാനിസം ഓഫ് ആക്ഷൻ ഒക്കെ വരുമ്പോൾ ഒന്നും കൂടി ഡയഗ്രാംസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക കേട്ടോ. പിന്നെ വെട്ടിക്കുത്തി അങ്ങനെ നമ്മൾ ആൻസർ ഷീറ്റിൽ നമ്മൾ ഒരിക്കലും ആൻസേഴ്സ് എഴുതരുത്. കുറച്ചും കൂടി പ്ലസന്റ് ആയിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.